ഇപ്പോൾ സമയം പറയുകയാണെങ്കിൽ 8:57 ഗൈസ്. വണ്ടി നിർത്തിയാലൊക്കെ റിസ്ക്കാണ്. 6 മണിക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഞാൻ പേ ചെയ്ത് ഫുഡ് കഴിക്കാൻ തന്നെ ഇപ്പോൾ 4 മണിയായി. ബെഡ് സറൗണ്ടിങ്സ് എല്ലാം വളരെ നീറ്റും ക്ലീനാണ്. ഇപ്രാവശ്യം സോളോ ട്രിപ്പാണ് കേട്ടോ, കൂടെ ആരുമില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ അഫോർഡബിൾ റേറ്റ് ഉണ്ട് കേട്ടോ. പാൽപ്പായസം വാങ്ങാനുള്ള ക്യൂ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് എനിക്ക് വന്നിരിക്കുന്ന ലോക്കർ, നല്ല അടിപൊളി സ്പേസ്. ഭയങ്കര വലിയ ക്യൂ തന്നെയായിരുന്നു, പക്ഷെ ഞാൻ കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ബെഡ് എവിടെ നോക്കാം കേട്ടോ. റൂമെല്ലാം ഫുള്ളാണ്. ഇനിയിപ്പോൾ ഞാൻ ആരോടെങ്കിലും റൂം ഇട്ട് നോക്കട്ടെ. ഇവിടുന്ന് നേരെ ഇപ്പോൾ റൈറ്റ് ചെയ്ത് സ്ട്രൈറ്റ് പോയാൽ Hello guys, this is Aju here. Welcome back to my channel. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഗുരുവായൂർ പോവാണ് ഗൈസ്. ഇപ്രാവശ്യം സോളോ ട്രിപ്പാണ് കേട്ടോ, കൂടെ ആരുമില്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത്. ഇതിനു മുമ്പൊക്കെ ഒന്നെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം മാത്രമേ ഗുരുവായൂർ പോയിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഒറ്റയ്ക്കല്ല, ഞാനും എന്താ നമ്മുടെ ചെക്കനുണ്ട്. ഇനി അവിടെ പോയിട്ട് വേണം കാര്യങ്ങളൊക്കെ നോക്കാം, എങ്ങനെയാണ് സ്റ്റേ എങ്ങനെയാണ്. ചിലപ്പോൾ മാക്സിമം ഞാൻ അമ്പലത്തിനവിടെ കടക്കാൻ തന്നെ ചാൻസ് ഗൈസ്. അപ്പോൾ ഇന്ന് ഡേറ്റ് വന്നിട്ട് April 6. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഈ സമയത്ത് വിഷു ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവാണ്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് വന്ന് വടക്കഞ്ചേരിയെല്ലാം കഴിഞ്ഞു, വടക്കഞ്ചേരി ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങോട്ട് വീണ്ടും പോകാനുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇതൊരു ട്രാവൽ വ്ളോഗ് ചെയ്യാൻ പോകുന്ന അടിപൊളി വ്ളോഗ് ആയിരിക്കും. അവിടുത്തെ പല വിഷ്വൽസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലിലേക്ക് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഗൈസ്, ഞാനിപ്പോൾ ടോൾ എത്തി കേട്ടോ. കണ്ടില്ലേ, ഈ വഴിക്ക് വന്നത്. ഇപ്പോൾ ആവശ്യത്തിന് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് ക്രൗഡൊന്നുമില്ല റോഡൊന്നും. 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നെക്സ്റ്റ് സൺഡേ ആകുമ്പോൾ വിഷു ആണ് കേട്ടോ. പക്ഷേ വിഷുവിന് പോകാമെന്ന് ആദ്യം വിചാരിച്ച്, പക്ഷേ ഭയങ്കര ക്രൗഡായിരിക്കും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് പ്ലാൻ ചെയ്ത്. ഓക്കെ, ഇന്ന് നമുക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ ഇന്നും ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് മീൻസ് നാളെ രാവിലെ നമ്മൾ തൊഴാൻ നിൽക്കുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് അവിടെ പോയിട്ട് അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്ന ആരെങ്കിലും ഈ ദിവസം, അതായത് April 6 ഗുരുവായൂരിൽ വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ആട്ടോ പോകേണ്ടത്. അതേസമയം ഇവനെ നല്ല പെട്രോളൊക്കെ അടിച്ച് എയറൊക്കെ ഫില്ല് ചെയ്തിട്ട് റെഡിയായി വന്നിരിക്കുകയാണ്. അങ്ങനെ കുതിര തണലെത്തി കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു വഴി ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും പോകുന്ന വഴി ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ ഭയങ്കര ചൂടാണ് ഗൈസ്. അപ്പോൾ രാത്രിയാണെങ്കിൽ പോലും ഉള്ളിൽ ചൂട് പോയിട്ടില്ല, ഭയങ്കര ഹീറ്റാണ്. അങ്ങനെ തൃശ്ശൂർ എത്തി. ഇനി ഇവിടെ നിന്ന് ഗുരുവായൂർ റൂട്ട് പിടിക്കണം കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാൻ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സമയം ഒരു 9:30 കേട്ടോ. അപ്പോൾ ഞാനും നമ്മുടെ വണ്ടിയും ഗുരുവായൂർ എത്തി. അപ്പോൾ ഞങ്ങൾ നേരെ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി നോക്കുകയാണ്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കാം കേട്ടോ. ഇവനിപ്പോൾ ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗുരുവായൂർ ക്യാഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അമ്പലത്തിന് ഉള്ളിലോട്ടൊന്ന് പോയി നോക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വണ്ടി മാറ്റി നിർത്താം. അപ്പോൾ അതിന് മുമ്പ് പെട്രോൾ ഒന്ന് ഓഫാക്കി വെക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി ഉള്ളിലോട്ട് പോയി നോക്കാം കേട്ടോ. രാത്രി ഒരു 10 മണിക്കുള്ള കാഴ്ചയാണ് ഗൈസ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ബാഗ് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, ക്ലോക്ക് റൂം ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ ക്ലോക്ക് റൂമിൽ ഫോണും കാര്യങ്ങളും എല്ലാം കൊണ്ട് വെക്കുന്നത് സേഫാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ റൂം കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു റെസ്റ്റ് ഹൗസൊക്കെ ഫുള്ളാട്ടോ, റൂമെല്ലാം ഫുള്ളാണ്. ഇനിയിപ്പോൾ ഞാൻ ആരോടെങ്കിലും റൂം കിട്ടുമെന്ന് നോക്കട്ടെ. റൂം അല്ലെങ്കിൽ ഡോർമെട്രി കിട്ടുമെന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ്ലി പോയിട്ട് അമ്പലത്തിനവിടെ പോയി കിടക്കാം. ഓക്കെ, അതാകുമ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയിലൊന്ന് പാർക്ക് ചെയ്യണം കേട്ടോ, മാറ്റി പാർക്ക് ചെയ്യണം. ഇപ്പോൾ തൽക്കാലം ഞാൻ അവിടെ പാർക്ക് ചെയ്യുന്നുള്ളൂ, നോട്ടെ. ഓക്കെ, ഞാൻ കുറേ ഭാഗത്ത് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഓൾമോസ്റ്റ് റൂംസ് എല്ലാം ഫില്ലാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി തിരച്ചിൽ തുടങ്ങാം.
അങ്ങനെ ഫൈനലി നമുക്കൊരു അടിപൊളി സ്പോട്ട് കിട്ടിയിട്ടോ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ റൂമല്ല, ഡോർമെറ്ററി ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നതോടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്പേഷ്യസ് ആയ ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവനോടെ പാർക്ക് ചെയ്തിട്ട് റൂമിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. എവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. പിന്നെ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഡോർമെറ്ററി എടുത്തു കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല വൃത്തി കാര്യങ്ങളെല്ലാം ഉള്ള ഡോർമെറ്ററി തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ 56 ആട്ടോ ഇന്ന് സ്റ്റേ ചെയ്യാൻ. നല്ല അടിപൊളി ക്ലീനാണ്, അതേസമയം AC ആണ് ഗൈസ് മെയിനായി പറയണം. പിന്നെ നമുക്കൊരു ലോക്കർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല 3 റാക്കുള്ള നല്ല അടിപൊളി ലോക്കറാണ്. വിത്ത് ഒരു കീ ഉണ്ട് കേട്ടോ. അപ്പോൾ കീ നമുക്ക് ലോക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കാവുന്നതാണ്. അപ്പോൾ എവിടെ പോവുകയാണെങ്കിൽ ധൈര്യത്തിൽ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ എനിക്ക് കിട്ടിയത് മേലത്തെ ബെഡ് ആട്ടോ. അപ്പോൾ എൻ്റെ ബെഡിൽ നിന്നുള്ള വ്യൂ ഇതാട്ടോ ബില്ല്. അപ്പോൾ 324 രൂപ ബില്ലായിരിക്കുന്നു. ഒരു 9 മണിക്കൂറാട്ടോ ഞാൻ എടുത്തിരിക്കുന്ന ഡോർമെറ്ററി. നല്ല കിടിലൻ തണുപ്പുള്ള AC ആണ്. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ രാവിലെ കാണാം ഗൈസ്. അങ്ങനെ രാവിലെ ഒരു 5 മണിക്ക് റൂമിൽ ബാഗും ഫോണെല്ലാം വെച്ച് ലോക്ക് ചെയ്തിട്ട് നേരെ അമ്പലത്തിലോട്ട് വന്നു. ഒരു 7 മണിക്കാണ് ദർശനം കിട്ടിയത്. അതിനുശേഷം വീണ്ടും പോയി ഫോണും ബാഗെല്ലാം എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ബാക്കി നമുക്ക് അമ്പലം നടയിലെ വിശേഷങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. ഇന്നിവിടെ കുറേ കല്യാണം ഉണ്ട് കേട്ടോ. ഗൈസ്, ഈ കാണുന്നത് ദർശനത്തിന് വേണ്ടിയുള്ള ക്യൂ ആട്ടോ. അതേസമയം ഇവിടെ വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അങ്ങ് റോഡിൻ്റെ അപ്പുറത്ത് നിന്നാണ് ഈ ഒരു ദർശനത്തിന് വേണ്ടിയുള്ള ക്യൂ സ്റ്റാർട്ട് ആവുന്നത്. ഞാനങ്ങനെ പാൽപ്പായസത്തിനുള്ള ഷീട്ടാക്കിയിട്ട് വാങ്ങാൻ വേണ്ടി ലൈനിൽ നിൽക്കുക കേട്ടോ. അതേസമയം എൻ്റെ അടുത്തുകൂടെ ഒരു ആന പോകുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ദർശനം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ദർശനമായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഗൈസ് ഒന്ന് ഫ്രീ ആയത്. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ സ്റ്റേ ചെയ്യാൻ പോയില്ല. അപ്പോൾ ഒരുപാട് തപ്പി, പല ഭാഗത്തും റൂംസ് അവൈലബിൾ അല്ല. അതുമാത്രമല്ല, പിന്നെ റൂംസ് ഉണ്ടെങ്കിൽ പോലും സിംഗിളായി വരുമ്പോൾ റൂംസ് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ അവസാനം നമുക്ക് ഒരു നല്ലൊരു സ്പോട്ട് കിട്ടിയത്. അടിപൊളി സ്പോട്ടായിരുന്നു. അത്രയും ഹൈജീനിക്കും വളരെ നല്ല കംഫർട്ട് സ്റ്റേ ആയിരുന്നു ഗൈസ്. അപ്പോൾ രാത്രി ഒരു 12 മണിക്ക് ഞാൻ ഉറങ്ങിയത്. പിന്നെ ഒരു കറക്റ്റ് ഒരു 4 മണിക്ക് എണീറ്റു. പിന്നെ വിത്തിൻ 1 അവർ എല്ലാം റെഡിയായി ഫ്രഷ് ആയിട്ട് ഒരു 5 മണിക്ക് ഞാൻ അമ്പലത്തിലോട്ട് വന്നിട്ടു. ഈ മൊബൈലും കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ബാഗിലാക്കിയിട്ട് നമ്മൾ ലോക്കറിൽ വെച്ച് സെറ്റാക്കി. അത് കാരണം എനിക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മെയിനായിട്ട് മോർണിംഗ് നല്ല അടിപൊളി വിഷ്വൽസൊക്കെ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മിസ്സായി ഗൈസ്. എന്നെ സംബന്ധിച്ചാൽ ഇവിടെ ഞാൻ ഇവിടെ തൊഴാൻ വന്ന കാരണം മൊബൈലൊന്നും അലൗഡ് അല്ല. സോ ഇനിയിപ്പോൾ ഇവിടുത്തെ ക്ലോക്ക് റൂമിൽ വെക്കുകയാണെങ്കിൽ എനിക്ക് എത്രത്തോളം അത് സെക്യൂർഡ് ആണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ അടിപൊളിയായി നമ്മൾ താമസിച്ച ഡോർമെറ്ററി തന്നെ ലോക്ക് ചെയ്ത് കീ നമ്മൾ ഞാൻ എടുത്തിട്ട് ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിട്ടു. ഇവിടെ വരുമ്പോഴാണെങ്കിൽ അമ്മാതിരി തിരക്ക്. എപ്പോഴും നമ്മൾ കാണുന്നത് അമ്പലത്തിന് ഉമ്മർത്തുള്ള ആ ഒരു ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ തിരക്കുണ്ടാവുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഫുള്ള് അമ്പലം ചുറ്റി തിരക്ക്, ക്യൂ, അമ്പലം ചുറ്റി ക്യൂ. ആ ക്യൂ ഒറിജിനേറ്റ് ചെയ്യുന്നത് റോട്ടിൽ നിന്നാണ് ഗൈസ്. ഭയങ്കര വലിയ ക്യൂ തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ കണ്ടു കേട്ടോ. ഒരു 6:50, 7 മണിക്ക് ദർശനം കിട്ടി. എന്ന് വെച്ചാൽ ഞാൻ കയറി പോകുന്ന സമയം കറക്റ്റായിട്ട് കൃഷ്ണൻ പുറത്തോട്ട് വരുന്ന സമയമായിരുന്നു. അതായത് ശീവേലിക്ക് വേണ്ടി ആനപ്പുറത്ത് കയറി കൃഷ്ണൻ പുറത്തോട്ട് വരുന്ന സമയത്തായിരുന്നു എനിക്ക് ദർശനം കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ രാവിലെ ഇത് ഉപ്മാവ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഉപ്മാവും ചട്നി സാമ്പാറൊക്കെ ആയിട്ട്. പിന്നെ ചുക്ക് കാപ്പി സെറ്റ്. ഒരു 8:30 വരെ റൂം സമയം പറഞ്ഞിരിക്കുന്നു. ഒരു 8:30 വരെ എനിക്ക് ചെക്കൗട്ട് ടൈം. എന്നിട്ട് നേരെ റൂമിലോട്ട് പോയി. അവിടെ പോയിട്ട് പിന്നെ നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് കറക്റ്റ് ഒരു 8:30 ആകുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ആയിട്ടോ. പക്ഷേ നമ്മുടെ വണ്ടി ഇപ്പോഴും അവിടെ വെച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഇവിടെ വയ്ക്കുമ്പോൾ അത്രയും ഫുൾ ഓപ്പൺ ഏരിയയാണ്. എനിക്ക് ഇവിടെ ഒന്നും പേ പാർക്കിംഗ് കണ്ടില്ല. സോ അവിടെ തന്നെ വണ്ടി വെച്ചിരിക്കട്ടോ. റൂമിൽ പോയിട്ടാണ് ഈ മൊബൈൽ കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വീണ്ടും ഗുരുവായൂരിലോട്ട് വന്നിരിക്കാൻ കണ്ടില്ലേ. അമ്പലത്തിലോട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ വീണ്ടും ഉള്ള വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. പാൽ പായസമൊക്കെ ഞാൻ വാങ്ങിച്ചൊക്കെ അതിന് ശേഷമാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഇപ്പം തന്നെ തിരിച്ച് പോകുന്നില്ല. ബിക്കോസ് നല്ല വെയിലാണ്. ഇനിയിപ്പോൾ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ പാണി പാളും. അപ്പോൾ വീഡിയോ കിട്ടുന്ന സമയത്തൊക്കെ മാക്സിമം എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വിഷ്വൽസ് തന്നെ ഇടയിലേക്ക് കാണിക്കാം കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. കുറേ കുട്ടികൾ അവിടെ ചോറ് കൊണ്ടിരിക്കുക കേട്ടോ. കുറേ കുട്ടികൾ അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത സംഭാരം ഇവിടെ കുറച്ച് ചേട്ടന്മാർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുക്കുകയാണ്.
കൈസ് ഇപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നില്ല കേട്ടോ. എന്ത് സംബന്ധിച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം പോവാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തതും ഇന്നും ചെയ്യാൻ പോകുന്ന ഹോട്ടൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ഗുരുവായൂരിലുള്ള ടൗൺ ബസ് സ്റ്റാൻഡിന് നേരെ ബാക്കിൽ തന്നെയാണ്. അങ്ങനെ വീണ്ടും ഞാൻ ഡോർമെറ്ററിന് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ ബെഡ് 40 ആട്ടോ, നമ്പർ 40. ഇതും മേലെ തന്നെ കേട്ടോ. അവിടെ നിന്നൊരു വ്യൂ ഇതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഭയങ്കര ടയേർഡാണ് ഗൈസ്. അപ്പോൾ എന്തായാലും 6 hours നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 6:30 ചെക്കൗട്ട്. ഓക്കെ, അപ്പോൾ 6 hours-ന് 177 രൂപ കേട്ടോ. പ്ലസ് ഒരു 100 രൂപ നമ്മൾ അഡ്വാൻസ് കൊടുക്കണം. അത് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു തരും. അതുപോലെ തന്നെ നമ്മുടെ 40-യുടെ ലോക്കർ ഇതാണ്. ഓക്കെ, സെയിം അപ്പോഴേ കണ്ട പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയ ലോക്കർ തന്നെ ഇതിനും തന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ കുറച്ച് നേരം കടന്നു നോക്കട്ടെ. നല്ല ടയേർഡാണ്. ഈവനിങ് ഒരു 6-7 മണിക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഗുരുവായൂരിലോട്ട് വരുമ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിൽ കംഫർട്ടായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ ഇത്. ഗൈസ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ തന്നെ ഇപ്പോൾ 4 മണിയായി. എന്ത് സംഭവം എന്ന് വെച്ചാൽ അപ്പോഴേ റൂം എടുത്തിട്ട് വന്ന് നല്ല ഉറക്കമാണ് ഗൈസ്, ഭയങ്കര ക്ഷീണം. അപ്പോൾ കടന്നിട്ട് ഇപ്പോഴാണ് പോയിട്ടൊന്ന് ഫുഡ് കഴിച്ചു. ആറൊന്നുമല്ല, ഒരു പ്ലെയിൻ റോസ്റ്റും ചായയും കുടിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, മതി, അതൊക്കെ മതി. നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കാമല്ലോ. ഇനിയിപ്പോൾ ഒരു 6:30 ആയി കഴിഞ്ഞാൽ ഒരു 6:30 ഇറങ്ങാം കേട്ടോ. അവിടെ നിന്ന് 6:30 ചെക്കൗട്ട് ടൈം. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ 6-7:30 ഒരു 9 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്താം. ഓക്കെ, ഞാൻ സ്റ്റേ ചെയ്ത അവിടെ ലിഫ്റ്റിൻ്റെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇവിടെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പാർക്കിങ്ങിലോട്ട് വന്നിരിക്കുന്നത് ഇവനോടെ ഉണ്ട്. സോ ഞാനും അവനും കൂടി ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 6:30 ആയി. ഗൈസ് ഇപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഗൈസ് ഇപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വയ്ക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നവരേക്കും ബായ്. അങ്ങനെ ആലത്തൂർ എത്തി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്ന വഴി വന്നിട്ട് ഹൈവേ കൂടെ എല്ലാം വന്ന് ഇനി ഇവിടുന്ന് ഹൈവേ കയറി ലെഫ്റ്റ് അടിച്ച് നേരെ പോയാൽ നേരെ പാലക്കാട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗുരുവായൂരിന്ന് ഒറ്റ റൂട്ടായിരുന്നു, എവിടെയും നിർത്തിയില്ല, ഒരേ വരവായിരുന്നു. ഹൈവേ ആണെങ്കിൽ പിന്നെയും നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഫുള്ള് ഉള്ളോട്ട് ഏരിയ കാരണം വണ്ടി നിർത്തിയാലൊക്കെ റിസ്ക്കാണ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. കണ്ടില്ലേ, ഇവനവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം പറയുകയാണെങ്കിൽ 8:57 ഗൈസ്. ഓക്കെ.